ഡോക്ടർ ജഡ്ക, ഇനിയിപ്പോ നിങ്ങളുടെ കളർ ചേഞ്ചിങ് ക്യാമറ ഈ പൂന്തോട്ടത്തിലെ എല്ലാ പൂവിന്റെയും ഒറിജിനൽ നിറം മാറ്റി മറ്റൊരു നിറമാക്കി മാറ്റിയാൽ, മന്ത്രി സാർ ആണെങ്കിൽ നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്, അദ്ദേഹം കോടികളുടെ ഡൊണേഷൻ നമ്മൾക്ക് തരാമെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പല പൂന്തോട്ടങ്ങളും ഈ ഫുർഫുരി നഗറിൽ ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ഈ ഫുർഫുരി നഗർ ഒരു ടൂറിസ്റ്റ് സെന്റർ ആക്കി മാറ്റുകയും ചെയ്യാം. മേയർ സാറേ, ഇപ്പൊ കണ്ടു എന്റെ കളർ ചേഞ്ചിങ് ക്യാമറയുടെ മാജിക്. ഈ പൂവ് ചുവപ്പല്ലേ, ഇപ്പൊ ഞാൻ ഇതിനെ പച്ചയാക്കി കാണിക്കാം. ആഹാ, കൊള്ളാലോ. ഇതൊരു വിസ്മയമായി മാറിയല്ലോ ഡോക്ടർ ജഡ്ക. ഞാൻ ഇന്ന് വൈകിട്ട് തന്നെ മന്ത്രി സാറിനെ വിളിച്ച് സംസാരിക്കാം. താങ്ക് യു ഡോക്ടർ ജഡ്ക, താങ്ക് യു വെരി മച്ച്. വലിയേട്ടാ, ഇങ്ങ് തരൂ, ഞാൻ എല്ലാ പൂക്കളുടെയും നിറം മാറ്റിത്തരാം. പൊളിച്ചെടുത്തല്ലോ. ചുവന്ന നിറത്തിൽ സൂര്യകാന്തി പൂവോ? ഡോക്ടർ ജഡ്ക, നിങ്ങൾ ജീനിയസ് തന്നെയാ. ഓ, താങ്ക് യു ചങ്കേ. അയ്യോ, എന്റെ കണ്ണ്. മോട്ടു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓ, എന്റെ ക്യാമറ കിടക്കുന്നത് കണ്ടില്ലേ? നീ നശിപ്പിച്ചുവല്ലേ ഇത്? ഓ, എത്രയോ നാളത്തെ കഷ്ടപ്പാടാ ഈ ക്യാമറ. പക്ഷെ നീ ഒരൊറ്റ നിമിഷം കൊണ്ടല്ലേ എല്ലാം തകിടം മറിച്ച് കളഞ്ഞത്. എന്റെ കണ്ണിനകത്ത് ഭയങ്കര വേദന തോന്നുന്നു. എന്നെ കണ്ണൊന്ന് തുറന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്താ, നിന്റെ കണ്ണുകള് കളർഫുൾ ആയല്ലോ ചങ്കേ. നിനക്കെല്ലാം നന്നായി കാണാൻ പറ്റുന്നുണ്ടോ? അതേ വലിയേട്ടാ, കാണാനൊക്കെ പറ്റുന്നുണ്ട്. ഐ എം സോറി, വെരി സോറി വലിയേട്ടാ, നിങ്ങളുടെ ക്യാമറ പൊട്ടിപ്പോയി. അല്ല വലിയേട്ടാ, നിങ്ങൾ എങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി മാറി? എന്റെ ക്യാമറയിലെ കളറ് വരുന്ന കെമിക്കൽ നിന്റെ കണ്ണിൽ എങ്ങനെയോ പെട്ടുപോയി പോട്ടു. ഇനി നീ ആരെയൊക്കെ നോക്കുന്നുവോ അവരുടെ കളറെല്ലാം നീ വലിച്ചെടുത്ത് അവരെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റും മോട്ടു. പൊളിച്ചെടുത്തല്ലോ. ആദ്യം ഈ മോട്ടുനെ വേഗം ഇവിടുന്ന് പറഞ്ഞാക്കണം, അല്ലെങ്കിൽ ഇയാൾ ഈ ഗാർഡൻ മുഴുവനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റുന്നേ. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. പുള്ളി പറഞ്ഞതൊക്കെ തെറ്റാണ്. പൊളിച്ചെടുത്തല്ലോ. എന്റെ നിറം ഇങ്ങോട്ട് തിരിച്ചു തന്നേ, എന്റെ കളറ് തിരിച്ചു തരാൻ. പത്ലു എന്റെ കൂട്ടുകാരോ, എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യൂ. നീ എന്നെയും വെറുതെ വിട്ടില്ല. ഡോക്ടർ ജഡ്ക എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ആദ്യം ഇവനെ ഇവിടെ നിന്നും മാറ്റി നിർത്തി ചങ്കേ. ഇനി എങ്ങനെ ഈ ഗാർഡൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിപ്പോയാ 5 പൈസ പോലും നമുക്ക് ഡൊണേഷൻ ആയി കിട്ടില്ല ചങ്കേ. എന്നെ ശരിയാക്കൂ, എന്നെ ഒന്ന് ശരിയാക്കി തരൂ വലിയേട്ടാ. എന്ത് പറ്റി? എന്റെ അമ്മോ, നീ എന്റെ കളർ മോഷ്ടിച്ചു. യു പെരുങ്കള്ള, ഞാൻ നിന്നെ വെറുതെ വിടില്ല, പിടിച്ച് ജയിലിനകത്തിടും. അവിടെ നിൽക്ക്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ബോക്സർ ചേട്ടാ, എന്നെ പോകാൻ അനുവദിക്കൂ. എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഡോക്ടർ ചട്ക, നമ്മൾ ഇനി എന്താ ചെയ്യാ? ഈ മോട്ടു ഇവിടുത്തെ നിറങ്ങളൊക്കെ നശിപ്പിച്ചു കളഞ്ഞല്ലോ. ഒരു ഐഡിയയുണ്ട്. നമ്മളെല്ലാവരും കൂടി ഈ ഗാർഡൻ പെയിന്റ് അടിച്ചിട്ട് പഴയതുപോലെ തന്നെ കളർഫുൾ ആക്കാം. മേയർ വരുന്നതിന് മുമ്പ് ഇതെല്ലാം പഴയതുപോലെ തന്നെ ആക്കണം. മന്ത്രി പോയതിനു ശേഷം ഡോക്ടർ ജഡ്ക എല്ലാം പഴയതുപോലെ ആക്കും. പത്ലു, നിന്റെ ഐഡിയ ശരിക്കും നല്ല ഐഡിയ തന്നെയാണ്. വരൂ, നമുക്കാദ്യം മരങ്ങളുടെയും പൂക്കളുടെയും നിറങ്ങൾ ശരിയാക്കാം. We are ready. ഇത് സംഭവം കൊള്ളാതെ വെച്ച് പിടിപ്പിക്കാം. ഇവിടെ
എന്റെ കൂട്ടുകാരൊക്കെ എന്നെ അടിച്ചോടിച്ചു. ഇനി ഞാൻ എങ്ങോട്ടാ പോവോ? ഇനി ഈ പശുവും പക്ഷികളൊക്കെ ആയിരിക്കും എന്റെ സഹവാസികൾ. 10 പോലും എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് ഇടികിട്ടുമെന്നാണ്. ഒരു വെള്ളപ്രേതം ഞങ്ങളെ പിടിക്കാൻ വന്നിട്ടുണ്ട്. അച്ഛോ, ഞങ്ങളെ രക്ഷിച്ച്. ഓടിപ്പോ എന്റെ കുട്ടികളുടെ അടുത്ത്. എന്തിനാ വന്നവിടെ? ചിന്നമ്മയുടെ അച്ഛ, ഞാനിവരുടെ അമ്മയാ. എന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? മുന്നോട് അമ്മ കറുപ്പായിരുന്നല്ലോ, നീ എങ്ങനെ വെളുപ്പായത്? ഞാൻ എങ്ങനെ ഇത്ര സുന്ദരിയായത്? ഓ മൈ ചുന്നു, ഓ മൈ മുന്നു, ഞാൻ എങ്ങനെ ഇത്ര സുന്ദരിയായി മാറിയത്? താങ്ക് യു ദൈവമേ, താങ്ക് യു. ഇത് ഞാൻ കാരണമാണ് സംഭവിച്ചത്. നിങ്ങളുടെ സന്തോഷം എന്റെയും സന്തോഷമാണ്. അതെ, ഒരാളെങ്കിലും സന്തോഷിച്ചല്ലോ. എന്നെ ഒന്ന് വെളുപ്പിക്കോ പ്ലീസ്. എന്റെ കുട്ടികളെ ഒന്ന് വൈറ്റാക്കുവോ പ്ലീസ്. ഹലോ കൂട്ടുകാരെ, കടു മടു ചടു തടു ഇക്കട് വിക്കട് ദിക്കട് എല്ലാരും ഇങ്ങ് വാ ഇവിടെ. ഈ അത്ഭുതം കണ്ടോ? ഒരു ദൈവദൂതൻ വന്നിട്ടുണ്ട്. ഞങ്ങളെ വെളിയാക്കൂ, ഞങ്ങളെ വെളിയാക്കൂ, ഞങ്ങളെ വെളിയാക്കൂ, ഞങ്ങളെ വെളിയാക്കൂ, ഞങ്ങളെ വെളിയാക്കൂ, ഞങ്ങളെ വെളിയാക്കൂ, എന്നെ വെളിയാക്കൂ. എടാ മോട്ടു, ഓടി രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ ലോകത്തിലുള്ള കാക്കകൾ മുഴുവൻ ഇങ്ങോട്ട് വരും. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഈ അത്ഭുതം എങ്ങനെ സംഭവിച്ചു? ഇതിന്റെ കാണാൻ എന്ത് ഭംഗിയാന്നറിയാവോ ഇപ്പൊ? ഇതെങ്ങനെയാ സംഭവിച്ച? ഓടിക്കോ മോനെ, ഓടിക്കോ, ഇല്ലെങ്കിൽ കാട്ടിലുള്ള ആനകൾ മൊത്തം നിന്റെ അടുത്തേക്ക് വരും. ഓടിക്കോ. ആനെ, പോയി തടഞ്ഞു നിർത്ത്. അയാളെ നമ്മളെ വെളുപ്പിക്കുന്നത്. പിടിക്ക്. അയ്യോ വേണ്ട. നമ്മുടെ ഈ ഭംഗിയുള്ള നിറം എവിടെ പോയി? അയാളെ എല്ലാറ്റിനും കാരണം. അയാളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഇതുവരെ പുലികളുടെ കുറവേ ഇല്ലായിരുന്നുള്ളൂ, ഇപ്പൊ അതും വന്നു. ഓടിക്കോ മോട്ടു, ഓടിക്കോ. എന്റെ നിറം എവിടെ പോയി? രക്ഷിക്കണേ. ആഹാ, എന്ത് രസമുണ്ട് ഈ പൂന്തോട്ടം ഇപ്പൊ കാണാൻ. മന്ത്രി സാറ് വന്നോണ്ടിരിക്കുകയാണ്. എല്ലാരും തയ്യാറായിട്ടിരിക്കുക. ഇന്ന് നമ്മൾക്ക് കോടികളുടെ ഡൊണേഷൻ കിട്ടും. എന്നിട്ട് ഫുർഫുർ നഗർ ഒരു ടൂറിസ്റ്റ് സെന്റർ ആയിട്ട് മാറും. രക്ഷിക്കണേ, എന്നെ രക്ഷിക്കൂ. രക്ഷിക്കണേ, ചിങ്ങം സാറെ രക്ഷിക്കണേ. അല്ല, ഇത് ഇത്ര മൃഗങ്ങൾ എവിടുന്നാ കയറി വരുന്നത്? ദൈവമേ, ഓട് ഓട് ഓടി ഓടി രക്ഷപ്പെടാം എല്ലാരും. എനിക്ക് തോന്നുന്നത് എല്ലാ മൃഗങ്ങളും മോട്ടുവിന് ഇരയായി മാറി എന്നാ. എല്ലാവരും മോട്ടുവിനോട് ദേഷ്യത്തില. ഇവര് നമ്മളെ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് ഇവിടുന്ന് പോകാം, അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് അറിയില്ല. ഇതെല്ലാം എന്താ സംഭവിക്കുന്നത്? ഇതെങ്ങനെ ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതെല്ലാം? ഇനിയിപ്പോ മന്ത്രി സാർ വന്നാ നമുക്ക് 1 രൂപ പോലും കിട്ടില്ല. ഇതെല്ലാം ആ മോട്ടു കാരണമാണ് ഉണ്ടായത്. അവനെ വിടാൻ പാടില്ല.
എന്റെ കണ്ണ്. എല്ലാം ശരിയായി കഴിഞ്ഞു. താങ്ക് യു മോട്ടു. നമ്മള് ബ്ലൂ കളറില് മാറിയല്ലോ. ആഹാ, ഞാനൊരു ബ്ലാക്ക് പീകോക്ക് ആയല്ലോ ഇപ്പോ. നോട്ട് ബാഡ്. നമ്മളെ ഇപ്പൊ കണ്ട ഒരു ടൈഗറിന്റെ ലുക്ക് ഉണ്ട്. വെൽക്കം സർ. വാ വാ വാ, ഞാൻ ഇതുപോലൊരു കാഴ്ച എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. നേർ സാറേ, എന്നെ വന്ന് കാണുക. പിന്നെ ഈ പ്രോജക്റ്റിന് എത്ര കോടികളാ നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാ എന്നോട് തുറന്നു പറയുക. എല്ലാം നിങ്ങൾക്ക് കിട്ടും. മോട്ടു സിന്ദാബാദ്, മോട്ടു സിന്ദാബാദ്, 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 മോട്ടു സിന്ദാബാദ്. മോട്ടു ഇപ്പൊ ഇല്ലായിരുന്നെങ്കിലേ ഇവിടെ ഇത്രയും മനോഹരമായ മൃഗങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നേനെ. പക്ഷെ നമ്മളെ എല്ലാം കളർഫുൾ ആക്കി. എല്ലാവർക്കും സന്തോഷമായി. ഞാൻ മോട്ടുവിന് സർക്കാരിൽ നിന്നും പ്രതിഫലം വാങ്ങിക്കൊടുക്കുന്നതാണ്. കൺഗ്രാറ്റുലേഷൻസ് മോട്ടു. ഇതൊക്കെ എന്റെ കടമയല്ലേ സാറേ? ഹോയ് ചിങ്കം സാറേ, ഇത് കണ്ടോ? കാണാൻ ചെറിയ ജിപ്പാണെങ്കിലും എന്റെ രോഗികളാണ് സത്യം. ഇത് വലിയൊരു സംഭവം തന്നെയാ സാറേ. അപകടം വരുമ്പോ അലാറം അടിക്കും. ഇതിന്റെ അടുത്ത് എവിടെയെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ ഇത് അലാറം അടിക്കും സാറേ. അങ്ങനെ നമുക്ക് ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാം. എന്റെ അമ്മോ, ഇത് അടിപൊളി കണ്ടുപിടുത്തം തന്നെ. ഇത് ഫുർഫുറ നഗരത്തിലെ എല്ലാ ബാങ്കുകളിലും വെക്കണം. കള്ളൻ വന്നാൽ അപ്പൊ തന്നെ അലാറം അടിക്കുമല്ലോ. അപകടം 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 അപകടം, ലാബ് നശിക്കും. അപകടം അപകടം, ലാബ് നശിക്കും. അപകടം അപകടം. ഇവിടെ എങ്ങനെയാണ് അപകടം ഉണ്ടാകുന്നത്? ഇത് ഫുൾ കൺട്രോൾഡ് ആയിട്ടുള്ള സ്ഥലമല്ലേ? എന്തൊക്കെയുണ്ട് വലിയേട്ടാ? ഇല്ലോ. ഇവിടെ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോവാ. പൊളിച്ചെടുത്തല്ലോ ഡോക്ടർ ചട്ക. നിങ്ങളുടെ ചിപ്പ് തക്ക സമയത്ത് തന്നെ വാണിംഗ് തന്നത്. അതൊരു 1.5 ചിപ്പ് തന്നെയാണ്. ഈ ജോൺ തന്നെയായിരിക്കും ഡോൺ. ജോൺ ആയിരിക്കും ഡോൺ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ഈ ചിപ്പ് കൊണ്ടുപോകാൻ പോവുകയാണ്. അതിനുശേഷം എനിക്കൊരു അപകടവും സംഭവിക്കുകയുമില്ല. ഇനി ഒരു പക്ഷേ അപകടം ഉണ്ടാവുകയാണെങ്കിൽ ഈ ചിപ്പിൽ അലാറം അടിക്കുകയും ഞാൻ രക്ഷപ്പെടുകയും ചെയ്യും. Hey, stop! Stop in the name of law! എന്റെ അമ്മ. ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ജോൺ ആയിരിക്കും ഡോൺ. ഇനി എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ ഈ ചിപ്പ് എന്നെ വോൺ ചെയ്യാം. പോലീസ് വരുന്നു, പോലീസ് വരുന്നു. ഓടിക്കോ ഓടിക്കോ, പോലീസ് വരുന്നു. അപകടം, പോലീസ് വരുന്നു. എന്റെ അമ്മോ, എവിടെയാണ് ആപത്ത് സംഭവിച്ചിട്ടുള്ളത്? ഞാനൊരു പോലീസ് ഇവിടെ ഉള്ളപ്പോൾ എവിടുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്? അപകടം, പോലീസ് പോലീസ്. അപകടം അപകടം, പോലീസ് പോലീസ്. ഒന്ന് മിണ്ടാതിരിക്കുക. ഇങ്ങനെ പോയാൽ എനിക്ക് മാത്രമല്ല ചിങ്കത്തിനും മനസ്സിലാകും ഇവിടെ അപകടമുണ്ടെന്ന്. അതുകൊണ്ടാ പറഞ്ഞത് ഒന്ന് മിണ്ടാതിരിക്കാൻ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. അവിടെ നിൽക്കാൻ.
ഈ ചിപ്പ് കൊണ്ട് എനിക്ക് ഒരു പ്രയോജനമില്ലല്ലോ. ഇതെല്ലാ പ്രാവശ്യവും എന്നെ കൊടുക്കാനാ നോക്കുന്നത്. അപകടം അപകടം എലി എലി അപകടം അപകടം എലി എലി എലിയോ? എവിടെ പോയി എലി? ഞാൻ ശരിയാക്കാം. നിർത്തൂ, എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നേ? ഒന്ന് നിർത്തൂ. ഇതെന്ത് ശബ്ദമാ? ഈ അലാറത്തിന്റെ ശബ്ദം എവിടുന്നാ വരുന്നേ? മോട്ടു, ഡോക്ടർ ജട്കയുടെ ചിപ്പ് എങ്ങനെ നിന്റെ വയറ്റിനകത്തായി പോയേ? നിന്റെ വയറിന്ന് തന്നെയാ മണിയടിക്കുന്നതും അവിടുന്ന് തന്നെയാ ശബ്ദം പുറത്തേക്ക് വരുന്നതും. അപകടം അപകടം എലി എലി ഗ്യാസ് ബ്ലാസ്റ്റ് ഗ്യാസ് ബ്ലാസ്റ്റ് അപകടം അപകടം ചെമ്പ് പാത്രം അപകടം അപകടം ചെമ്പ് പാത്രം. എന്റെ മോട്ടു, ഇപ്പൊ കടായും കൊണ്ട് എന്താ ആപത്ത് വരാനാ പറയേ? നന്നായി, എന്റെ തലയിലൊന്നും വീണില്ലല്ലോ. അപകടം അപകടം ഡോഗി ഡോഗി അപകടം. അല്ല, ഇതെങ്ങനെയാ ഈ ഡോഗ് മുകളിലെത്തിയത്? ഡോഗ് മുകളിലല്ല, താഴെയാണ്. മനസ്സിലായി. അപകടം അപകടം ട്രക്ക് ട്രക്ക് അപകടം അപകടം ട്രക്ക്. അപകടം അപകടം കാർ കാർ അപകടം അപകടം കാർ കാർ അപകടം അപകടം കാർ കാർ അപകടം അപകടം കാർ കാർ അപകടം അപകടം ബസ് ബസ് അപകടം 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 കാർ കാർ അപകടം അപകടം കാർ കാർ അപകടം അപകടം കാർ ട്രക്ക് ബസ് എല്ലാം അപകടം അപകടം കാർ ട്രക്ക് ബസ് എല്ലാം അപകടം. മതി മതി, ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. ഒന്നും മിണ്ടാതിരിക്കൂ. എന്റെ വയറിനെങ്ങാൻ എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ. ഒന്നും മിണ്ടാതിരിക്കേ, മിണ്ടാതിരിക്കാൻ. അപകടം അപകടം അടി വരുന്നു അടി വരുന്നു. പ്രശ്നം മുഴുവൻ ഉണ്ടായത്. വേണ്ട. ഞങ്ങളെ ഓടിക്കരുത്. അവിടെ നില്ലടാ അവിടെ നില്ലടാ വൃത്തികെട്ടവനെ. നോക്കി പോടേ. മാറ്. വഴി മാറാൻ. ഏയ്, എടാ, വഴി മാറ്. എന്റെ അമ്മോ, ബ്രേക്ക് കിട്ടുന്നില്ല. നിക്ക്. പുട്ട്, കടല, പഴംപൊരി, ഇടിയാപ്പ. എന്റെ അമ്മ. അവിടെ നിൽക്കുന്നു, അവരെ പിടിച്ചു തല്ല്. അവരാള് വിട്ടേക്കരുത്. എല്ലാരും കൂടെ എടുത്ത് നല്ല പിടിക്കണം. നിർത്തു. സ്റ്റോപ്പ്. താനും വാടോ ഇങ്ങോട്ട്. എന്റെ തല്ലല്ലേ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാനിത് പോലീസുകാരനാണ്. വേണ്ട, തല്ലല്ലേ. അതേ പത്തിലു, എന്തെങ്കിലും ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ, സമോസ കഴിക്ക്, എന്നിട്ട് പണി തുടങ്ങിക്കോ. മതിയാക്കൂ.
ലോകത്തിലും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നിന്റെ വയറ്റിലുള്ളത് എന്താണ് എന്റെ വയറ്റിനകത്ത് പോയിരിക്കുന്നത്? ചിങ്കം സാറേ, ഡോക്ടർ ജഡ്കയുടെ ചിപ്പാണത്. മോട്ടുവിന്റെ വയറ്റിൽ നിന്നും ഇപ്പത് നിങ്ങളുടെ വയറ്റിലേക്ക് വന്നിരിക്കുക. എന്ത് എന്ത് ആപത്തിന്റെ ചിപ്പ് മോട്ടുവിന്റെ വയറിനകത്താണല്ലോ ഉണ്ടായിരുന്നത്. അതിപ്പോ എന്റെ വയറിനകത്ത് കേറി കൂടിയെന്നോ? സാർ രക്ഷപ്പെടുത്തു സാർ, സാർ രക്ഷപ്പെടുത്തു സാർ. അപകടം, അപകടം, അപകടം. എന്റെ അമ്മോ! ചിങ്കം സാറേ, നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ ഒരു അപകടം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേര് കാരണം എനിക്ക് എപ്പോഴും അപകടം തന്നെ സംഭവിക്കാറുള്ളത്. ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങൾ രണ്ടുപേരാണ് എനിക്ക് ഏറ്റവും വലിയ ആപത്ത്. ആ മോട്ടു, എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടുന്ന് സ്ഥലം വിടുന്നതായിരിക്കും നല്ലതെന്നാ. ഓടിക്കോ. ഞാൻ നിങ്ങളെ രണ്ടാളും വെറുതെ വിടാൻ പോകുന്നില്ല. ഏ സ്റ്റോപ്പ്, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. അപകടം, അപകടം. തല സൂക്ഷിക്കൂ, തല സൂക്ഷിക്കൂ. തേങ്ങ, തേങ്ങ. എനിക്കറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഒന്ന് മിണ്ടാതിരുന്നാ മതി. മിണ്ടാതിരിക്കുക.